പുതിയ രാജ്യങ്ങൾ കാണലും മാത്രമല്ല പുതിയ അനുഭവം എന്ന് ഞാൻ മനസ്സിലാക്കി തുടങ്ങിയത് എന്റെ പാപ്പു ടീനേജിലേക്ക് കടന്നതിന് ശേഷം. ഒരു കൗമാര പ്രായക്കാരിയുടെ അമ്മയായതിനു ശേഷം എനിക്ക് അവൾ കുറെ പുതിയ അറിവുകളും അനുഭവങ്ങളും ഒക്കെ തന്നിട്ടുണ്ട്. അങ്ങനെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഈ ആഴ്ച എനിക്ക് അവൾ വഴി കിട്ടിയത്. അവള് ഈ കൊറിയൻ പോപ്പിന്റെ വലിയ ആരാധികയാണ്. നമുക്ക് പിന്നെ ഈ പോപ്പും റാപ്പും ഒന്നും അറിയാത്തത് കൊണ്ട് എനിക്കിതിനെപ്പറ്റി വലിയൊരു ബോധമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവൾ ഈ കൊറിയൻ പോപ്പിന്റെ ധാരാളം ബാൻഡുകളുടെ പാട്ടുകൾ കേൾക്കുന്ന ഒരാളാണ്. അതിൽ തന്നെ അവളുടെ ഏറ്റവും ഫേവറേറ്റ് അറ്റീസ് എന്ന് പറയുന്ന ഒരു കൊറിയൻ ബാൻഡാണ്. അവൾ അവരെ പറ്റി പറഞ്ഞ് എന്നെ അവരുടെ പാട്ടുകൾ കേൾപ്പിച്ച് ഇപ്പൊ ഞാനും അവരുടെ ഒരു ചെറിയ ആരാധികയായിട്ട് മാറിക്കഴിഞ്ഞു. അവര് അബുദാബിയിൽ ലൈവ് കൺസേർട്ടിന് വരുന്നുണ്ട് എന്നുള്ള വിവരം കിട്ടിയപ്പോൾ തന്നെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ അവൾ എന്നെ കൊണ്ട് കയ്യോടെ ആ ടിക്കറ്റ് ബുക്ക് ചെയ്യിപ്പിച്ചു. അപ്പൊ ഞാനും കരുതി എന്തായാലും ഈ വലിയ ബാൻഡുകളുടെ ഓൺ സ്റ്റേജ് ലൈവ് പെർഫോമൻസ് ഒന്നും ഞാനും കണ്ടിട്ടില്ല, അപ്പൊ എന്താണ് സംഭവം എന്നൊന്ന് അറിയാലോ എന്ന് വിചാരിച്ച് ഞാനും എന്തായാലും 2 ടിക്കറ്റ് ബുക്ക് ചെയ്തു. പിന്നെ കുട്ടികളൊരാഗ്രഹം പറയുമ്പോൾ നമ്മളെ കൊണ്ടത് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്തു കൊടുക്കണം, അങ്ങനെയാണല്ലോ. എന്തായാലും ഞങ്ങൾ 2 പേരും അബുദാബിയിൽ 2 മണിയാവുമ്പോഴേക്കും ഉച്ചയ്ക്ക് തന്നെ എത്തി. അപ്പൊ ഇതാണ് എത്തിഹാദ് പാർക്ക്. അവിടെ ചെന്നപ്പോൾ തന്നെയുള്ള ഒരു വൈബ് വ്യത്യാസമാട്ടോ. അതായത് ഇങ്ങനെ ഭയങ്കര നല്ല അടിപൊളി മ്യൂസിക് വെച്ചിട്ടുണ്ടായിരിക്കും, ഈ ബാൻഡുകളുടെ തന്നെ മ്യൂസിക്. അപ്പൊ അവരുടെ ആരാധകരാണല്ലോ ഒബ്വിയസ്ലി അവിടെ വരിക. അപ്പൊ അവരെല്ലാവരും അതിങ്ങനെ ഏറ്റുപാടും. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞങ്ങളുടെ ചുറ്റും നിൽക്കുന്നവരൊക്കെ ആ പാട്ടുകൾ പാടുക, ഡാൻസ് കളിക്കുക. അപ്പൊ ആകെ ആ ഒരു അടിപൊളി വൈബാണ് അവിടെ. അവിടെ ചെന്നപ്പോൾ തന്നെ നമുക്കിങ്ങനെ ഇനി എത്ര അവരെ പറ്റി അറിയാത്ത ആളുകളാണെങ്കിലും പെട്ടെന്ന് തന്നെ ചാർജ് ആവും. അതായിരുന്നു ഒരു വൈബ്. ഇപ്പൊ നിങ്ങൾ കാണുന്നില്ലേ അവിടെ വെച്ചിരിക്കുന്ന ഒരു പാട്ടും അവിടുത്തെ ഒരു ആകമത്തുള്ള ഒരു അന്തരീക്ഷത്തിന്റെ ഭംഗിയും. ഇനി അവരുടെ ലൈവ് പെർഫോമൻസ് ഒന്ന് കണ്ടു നോക്കൂ. ഇപ്പൊ നമ്മൾ ഈ കണ്ട 2 പെർഫോമൻസ് ഉണ്ടല്ലോ, വെറും സാമ്പിൾ വെടിക്കെട്ടായിരുന്നു കേട്ടോ. അതായത് നമ്മൾ വന്ന ഉടനെ നമുക്കൊരു എന്റർടൈൻമെന്റ്, നമുക്കൊരു എനർജിയും തരാനുള്ള വെറും സാമ്പിള്. പതുക്കെ സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങി, ഇരുട്ട് വരാൻ തുടങ്ങി. ഇനിയാണ് ഒറിജിനൽ പെർഫോമൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളെ ത്രസിപ്പിക്കുന്ന, രോമാഞ്ചം ഉണ്ടാക്കുന്ന ഒറിജിനൽ അടിപൊളി K-pop പെർഫോമൻസസ്.
പെട്ടെന്നാണ് സ്വതവേ ശാന്തയായിട്ടുള്ള എന്റെ പാപ്പക്കുട്ടി ഗംഗയിൽ നിന്ന് നാഗവല്ലിയാവുന്ന കാഴ്ച ഞാൻ കണ്ടത്. കാരണം വേറൊന്നുമല്ല, അവളുടെ ഫേവറേറ്റ് ബാൻഡ് അറ്റീസ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അടുത്ത പെർഫോമൻസ് അറ്റീസിന്റെ ആണ് എന്നുള്ള അനൗൺസ്മെന്റ് വന്നു. ഇനി ഞാൻ ഒന്നും പറയുന്നില്ല, നിങ്ങൾ തന്നെ നേരിട്ട് കണ്ടോ. അവളുടെ സൈക്കിക് വൈബ്രേഷൻസ് കണ്ട് പേടിക്കരുത് എന്ന് മാത്രം ഞാൻ പറഞ്ഞു വെക്കുന്നു. അങ്ങനെ ഷോ അവസാനിക്കാൻ പോവുകയാണ്. ആ വലിയ ഒരു മ്യൂസിക് ബാൻഡിന്റെ അവസാനത്തെ പെർഫോമൻസ് ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു അവിടെ ആരാധകരുണ്ടായിരുന്നത് ഈ ഒരു ബാൻഡിനായിരിക്കും, അറ്റീസിന്. അപ്പോൾ എല്ലാവരും അറ്റീസിന് ബൈ ബൈ പറയുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പോപ്പ് ബാൻഡിന്റെ അല്ലെങ്കിൽ ഒരു മ്യൂസിക് കൺസേർട്ട് ലൈവായിട്ടൊക്കെ കാണുന്നത്, അതും പാപ്പു കാരണം. പക്ഷേ ജീവിതത്തിൽ നല്ലൊരു അനുഭവമായിരുന്നു എന്ന് പറയാതിരിക്കാൻ പറ്റില്ല.